ഹായ് ഗൈസ്, അപ്പോൾ തിരുപ്പതി വിശേഷങ്ങളുടെ മൂന്നാം ഭാഗ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തത്. അപ്പോൾ വിഷ്ണു നിവാസത്തിൽ ഉച്ചയ്ക്ക് 2:45 കേട്ടോ ടിക്കറ്റ് കൊടുക്കുന്നത്. ആ ടിക്കറ്റ് മേടിച്ച് അടുത്ത ദിവസമേ നമുക്ക് തിരുപ്പതിയിലേക്ക് പോകാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് ഇവിടെ ഞാൻ കണ്ടതിലുള്ള നല്ലൊരു ഫുഡ് സ്പോട്ടായിരുന്നു കേട്ടോ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഹോട്ടൽ മഹദിയിൽ നിന്ന് നെയ്റോസ്റ്റ് മേടിച്ചേക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് സേമിയ കൊണ്ടുള്ള കേസരി കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, സൂപ്പറായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഊണും കഴിച്ചത് എന്തായാലും അടിപൊളി തന്നെയായിരുന്നു. ഒത്തിരി കറികളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കഴിച്ചതിനൊക്കെ ശേഷം ബസ് കയറി കേട്ടോ. അങ്ങനെ ബസ് കയറി യാത്ര ഇനി തുടങ്ങുവാണ്. അപ്പോൾ ഈ ബസ് നമ്മൾ ഇനി പോയി നിൽക്കുന്നത് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ. കഴിവതും SSD ടോക്കൺ എടുത്ത് വരുന്നവരാണെങ്കിൽ നമ്മളെ ലഗേജൊക്കെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത് ഏതെങ്കിലും റൂം എടുത്തിട്ട് അവിടെ വെച്ചിട്ട് വരുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളത് ബസ് നിർത്തിയതാ, ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. 3 പേർ കൂടി വരുന്ന ചാർജാണ് കേട്ടോ, 270 രൂപ. അതിനുശേഷം ലഗേജൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തും. അവിടെ നിന്ന് ലഗേജൊക്കെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ ബസ് കാണും. നമ്മൾ വന്ന ബസ് തന്നെ ഉണ്ടാവും. ആ ബസ്സിൽ കയറിയിട്ട് നമുക്ക് പിന്നെ യാത്ര വീണ്ടും തുടരാം കേട്ടോ. ഈ ബസ് നിർത്തുന്നിടത്തു നിന്ന് നടന്നു പോകാനുള്ള ദൂരമാണ് അമ്പലത്തിലേക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് കുറച്ച് നടക്കുമ്പോൾ തന്നെ നമ്മുടെ തലമുടി മുറിക്കാനുള്ള സ്ഥലവും ഉണ്ടാവും. അപ്പം നമ്മൾ നേരെ ഇപ്പോൾ ആദ്യം അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് മൊട്ട അടിക്കുകയാണെങ്കിൽ ടിക്കറ്റ് എടുക്കണം. പൂമുടി മാത്രമാണ് മുറിക്കുന്നതെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും മുടി മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുടിയെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നമുക്ക് ഫ്രഷ് ആകാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ നേരെ ഫ്രഷ് ആയതിനു ശേഷമാണ് ഇനി അമ്പലത്തിലോട്ട് പോകുന്നത് കേട്ടോ. അമ്മയും റെഡിയായി വന്നതിന് ശേഷം നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വഴിയൊന്നും കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ 200 രൂപ കൊടുക്കുമ്പോൾ നമ്മളൊരു കാറിൽ നമ്മുടെ SSD ടോക്കണിൻ്റെ ക്യൂവിൻ്റെ അവിടെ ആയിട്ട് നമ്മളെ ഇറക്കി തരും. ഇവിടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് പിന്നീട് നമ്മളെ നേരെ ക്യൂവിലോട്ട് കയറ്റി വിടും. മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ എന്തായാലും മെഡിസിനും സ്നാക്സും വെള്ളമൊക്കെ കൊണ്ടുവരേണ്ടതാണ്. കാരണം ഈ ഒരു ക്യൂ ഒരു 6-7 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. അപ്പോൾ ക്യൂ ഒരു പകുതി ആകുമ്പോൾ തന്നെ മൊബൈൽ ഫോണെല്ലാം അവിടുത്തെ ഒരു സ്റ്റോറിൽ വെക്കണം. ഉച്ചയ്ക്ക് 11:45 കയറിയ ഞങ്ങൾ രാത്രി 8 മണിക്കാണ് കേട്ടോ തിരിച്ചിറങ്ങുന്നത്. മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിക്കാത്തതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ട്രെയിനൊക്കെ മിസ്സായി. പിന്നെ വെളുപ്പിനുള്ള ട്രെയിനിലാണ് തിരിച്ച് വരുന്നത്. അപ്പോൾ ഒരു ഉച്ചയ്ക്കാണ് ഞാൻ എഴുന്നേറ്റ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പോകുന്നവരെന്തായാലും ശ്രദ്ധിച്ച് ഹാപ്പിയായി നല്ല രീതിയിൽ പോയിട്ട് വരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.